അസ്സലാമു അലൈക്കും. സത്യവിശ്വാസികളെ, ചോദിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിക്കുകയാണ് എങ്കിൽ അവനോട് ഏറ്റവും സമീപസ്ഥനായി തന്നെ ഞാനുണ്ട് എന്ന് അള്ളാഹു പറയുന്ന രംഗം ആലോചിച്ച് നോക്കുക. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവൻ്റെ തൊണ്ടക്കുഴലിനോളം അടുത്തവനാണ് നാം എന്ന് അള്ളാഹു പറയുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് അവനോട് ചോദിക്കുക എന്നുള്ള ഒരു ബാധ്യത മാത്രമാണ്. നാം ചോദിക്കുന്നത് നൽകാൻ തയ്യാറായി റബ്ബ് കാത്തിരിക്കുന്നു. ഖുർആനിൽ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാരൊക്കെയും അവരൊക്കെ പ്രവാചകന്മാരായിരിക്കെ തന്നെ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി തീർക്കണേ എന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് യൂസുഫ് നബിയുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവിജാലങ്ങളും തൻ്റെ കീഴൊതുങ്ങി കിട്ടിയ സുലൈമാൻ നബി അലൈഹി സ്വലാമയും അദ്ദേഹവും ഹാദാ മിൻ ഫളിൽ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് ഇതെൻ്റെ രക്ഷിതാവിൻ്റെ ഫളിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായി ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ നോക്കുക. ഇടതടവില്ലാതെ പ്രാർത്ഥനകളും ദുആകളുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ. ബദർ യുദ്ധത്തിന്റെ സാഹചര്യം മനസ്സിലാക്കുക. റമദാനിൽ നടന്ന ഒരു പോരാട്ടത്തിന്റെ തലേന്ന് രാത്രി മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനയുടെ വിജയമായിരുന്നു വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമ എന്ന ഖുർആൻ ആയത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. യുദ്ധം ചെയ്യാൻ അള്ളാഹു ഇറങ്ങി വന്ന് ചെയ്തു എന്ന് പറയുന്ന സാഹചര്യം അതായിരുന്നു ബദറിൽ ഉണ്ടായത്. അള്ളാഹുവിന്റെ കെലിമത്തിനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പോലും കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടി വന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. നമ്മളുടെ ജീവിതത്തെ ഒന്ന് തട്ടിച്ചു നോക്കുക. റമദാൻ എന്ന ഈ വിശുദ്ധ നാളുകളിൽ നാം വർദ്ധിപ്പിക്കേണ്ടത് പ്രാർത്ഥനയാണ്. നാം ഒരുപാട് നന്മകളുമായി മഹ്ശറയിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ നന്മകളൊക്കെയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹവുമായി ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെയും തുച്ഛമായി തീരും. നാം മറ്റുള്ളവരോട്, നമ്മുടെ സഹജീവികളോട് ചെയ്തിട്ടുള്ള തിന്മകൾ കാരണം, സഹജീവികളോട് ചെയ്തിട്ടുള്ള അനീതികൾ കാരണം നമ്മുടെ നന്മകളെല്ലാം എടുത്ത് അവർക്ക് കൊടുക്കുകയും അത് മതിയാകാതെ വരുമ്പോൾ അവരുടെ തിന്മകളെടുത്ത് നമ്മളിലേക്ക് വെക്കുകയും ചെയ്യുന്ന ഒരു മുഫ്ലിസ് ആകുന്ന അവസ്ഥയും നമുക്ക് വന്നു ചേരാം. ഈ സന്ദർഭവും തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് സ്വർഗം എന്ന പാതയിലേക്ക്, സ്വർഗം എന്ന സിറാത്തിലേക്ക് നമുക്ക് പോകണം എന്നുണ്ട് എങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ. നിരന്തരമായി ഏകാഗ്രമായി ഇരുന്ന് റബ്ബിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ ഈ അപജയത്തിന് ഒരു വിജയം ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിരന്തരമായി റമളാൻ ദിനരാത്രങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സച്ചരിതരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.